എൻ്റെ പേര് താഹിറ ഷാജലി. ഞാൻ ചാവക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം സ്വീറ്റ് പൊട്ടാറ്റോ കോക്കനട്ട് സ്പ്രൗട്ടും വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് വേണ്ടത്. അത് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രൗട്ട് വേണം, തേങ്ങാപ്പാൽ, ഇളനീരാണ് കുറച്ച്, പിന്നെ കാഷ്നട്ട്, മുന്തിരി, പഴം, പനം കൽക്കണ്ടാണ് വേണ്ടത്, പിന്നെ കുറച്ച് ശർക്കര, കുറച്ച് നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം നമുക്ക് ചട്ടി ചൂടായി നമുക്ക് നെയ്യിടാം. നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ എന്നിട്ടിട്ടതൊന്ന് ഉടച്ചെടുക്കാം. മധുരക്കിഴങ്ങ് നെയ്യിൽ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി നെയ്യ് ഒഴിച്ച് നന്നായി വാടി വന്നപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പനം കൽക്കണ്ട ഇട്ട് കൊടുക്കാം. ഇപ്പം ഒന്ന് കാരമൽ ചെയ്ത് തന്നെ നമുക്ക് പഴം അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ഇട്ട് പഴം നമുക്ക് ഇത് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇളനീരിൻ്റെ പീസ് കുറച്ചിട്ട് കൊടുക്കാം. ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത് കോക്കനട്ട് സ്പ്രൗട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ബദാം അരച്ച് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ടേസ്റ്റ് ചെയ്യണ്ടേ? ആയിട്ടുണ്ട്. അത് മധുരക്കിഴങ്ങ് കുറച്ച് ബാക്കിയുള്ള ഞാൻ മാറ്റി വെച്ചത്. ഇതിൽ നമുക്ക് പാകത്തിന് ഏലക്കായ ഇട്ട് കൊടുക്കാം. സ്വീറ്റ് പൊട്ടാറ്റോ കോക്കനട്ട് സ്പ്രൗട്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പായസത്തിലേക്ക് ഇനി കാഷ്നട്ടും കിസ്മിസും കൂടി വറുത്ത് കോരിയിടാം. കോക്കനട്ട് സ്പ്രൗട്ട് അതായത് പൊങ്ങും സ്വീറ്റ് പൊട്ടാറ്റോയും കൂടിയുള്ള പായസം. അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കോക്കനട്ട് സ്പ്രൗട്ട് എന്നുള്ളൊരു എലിമെന്റ് പുതിയതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബീൻ സ്പ്രൗട്ട്സ് എന്നൊക്കെ അല്ല ബീൻ കോക്കനട്ട് സ്പ്രൗട്ട് അതായത് പൊങ്ങ്. ഈ പൊങ്ങ് പറഞ്ഞല്ലോ മറ്റേ ഇങ്ങനെ തേങ്ങ മുള പൊട്ടി വരുന്ന സമയത്ത്. പക്ഷേ നമ്മുടെ ഈ ഇതുവരെ ഉണ്ടാക്കിയ പായസത്തിലൊന്നും അതില്ലായിരുന്നു അല്ലേ? ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഈ ഒരു പായസത്തിൽ അതുണ്ട്. ടേസ്റ്റ് ചെയ്യാനൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാലോ. ഓക്കെ, അതെല്ലാം ഫിനിഷ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.